ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുകട്ടെ. ഒരിക്കൽ കൂടെ നാരോഗേറ്റിന്റെ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ 34ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 17ാം അധ്യായം നമ്മൾ പഠിച്ചു. ഇന്ന് 18ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 17ാം അധ്യായത്തിൽ മഹദിയാം ബാബിലോൺ എന്ന മത സംവിധാനം, അതൊരു മത സംവിധാനമാണ് നമ്മൾ കണ്ടു. ആ മത സംവിധാനത്തിനുണ്ടായ വീഴ്ച, അതെങ്ങനെയാണ് അത് തകർന്നു പോയത്, അതിനെ രാജാക്കന്മാർ വലിച്ചു താഴെയിടുന്ന കാര്യങ്ങളെ കുറിച്ച് കണ്ടു. അതിന്റെ പിന്നിൽ നിന്ന് അവളെ ചുമന്ന ആ രാജാക്കന്മാർ തന്നെ, ആ ഭരണാധികാരികൾ തന്നെ അവളെ തള്ളിയിടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇനി തുടർന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 18ാം അധ്യായത്തിൽ ആ മത സംവിധാനത്തിന് വെള്ളവും വളവും നൽകിയ മഹദിയാം ബാബിലോൺ എന്ന മഹാനഗരത്തിന്റെ നാശത്തെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇവിടെയും മഹദിയാം ബാബിലോൺ തന്നെ കാണുന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് തന്നെയാണ്. മഹദിയാം ബാബിലോൺ എന്ന മഹാനഗരത്തിന്റെ നാശത്തെ വിശദീകരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അധ്യായത്തിലെ വിവരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ ഇതൊരു പുതിയ ദർശനമാണ്. അതതിന്റെ ആരംഭ പദം, അനന്തരം എന്നുള്ള ആരംഭ പദം അതിനെ സൂചിപ്പിക്കുന്നു, ഒരു പുതിയ ദർശനം. അത് കാരണം ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ തുടർച്ചയായിട്ടല്ല, ചില ഒരു ദർശനത്തിന്റെയൊക്കെ വിവിധ ദർശനങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മാറി മാറി നിൽക്കുന്നു. പക്ഷെ അത് ആ കാലക്രമേണ അല്ല നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്, ഇടവേളകളുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചിന്തിച്ചാണ്. അന്നേരം ഇതൊരു പുതിയ, കഴിഞ്ഞ 17ാം അധ്യായത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ ദർശനമാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ആസ്ഥാനവും ബാബിലോണിയൻ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവനിഷേധത്തിന് കൂട്ടുനിന്ന ഒരു മഹാനഗരത്തിന്റെ നാശമാണ് നമുക്ക് ഈ 18ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 17ാം അധ്യായത്തിൽ കാണുന്ന മഹദിയാം ബാബിലോൺ എന്ന മത സംവിധാനവും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 18ാം അധ്യായത്തിൽ കാണുന്ന അതിന്റെ ആസ്ഥാനമായ മഹദിയാം ബാബിലോണും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. മർമ്മം മഹദിയാം ബാബിലോൺ എന്നാണ് നമ്മൾ 17ാം അധ്യായത്തിൽ കണ്ടതിന്റെ പേര്. അതൊരു മർമ്മമാണ്, ഒരു മതസംഘടനയുടെ പ്രതീകമായി അത് നിലകൊള്ളുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു. ഈ മതസംഘടനയുടെ ആസ്ഥാനമായി പറയുന്ന മഹദിയാം ബാബിലോൺ എന്ന പട്ടണം ഒരു അക്ഷരീക നഗരമായിരിക്കും, ഒരു പട്ടണമായിരിക്കും, ഒരു പ്രധാന അന്നത്തുള്ള ഒരു മഹാനഗരം തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആത്മീയത ആഗ്രഹിച്ചു വരുന്ന ഒരു ദൈവ പൈതലിന്റെ ആഗ്രഹത്തെ തള്ളി ഈ ലോകമഹത്വത്തിന്റെ വ്യക്താക്കളായി മാറുന്ന ഒരു കൂട്ടം അവർ സഭയെ ഈ ലോകത്തിന്റെ ആഡംബരത്തിലും ആഘോഷത്തിലും കൊണ്ടെത്തിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിലൂടെ നാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ 18ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അനന്തരം എന്നുള്ള പദം ഞാൻ മുമ്പ് വിശദീകരിച്ചല്ലോ. അന്നേരം ആ സ്വർഗത്തിൽ നിന്ന് അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെയും പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെ തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ച് ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. നോക്കുക, ഈ വാക്കുകൾ ഞാൻ വിശദീകരിക്കാം. മറ്റൊരു ദൂതൻ, ഇതുവരെ നമ്മളൊരു ദൂതൻ സംസാരിച്ചുകൊണ്ടായിരിക്കുന്നു 17ാം അധ്യായത്തില്. ഒരു ദൂതൻ, ആ ദൂതൻ നമുക്കറിയാം 7 ക്രോധകലശങ്ങളുമായി വന്ന ദൂതന്മാരിൽ ഒരുവനായിരുന്നു എന്ന് നമ്മൾ മുമ്പ് കണ്ടു. അന്നേരം ആ മഹാവേശ്യ, അതായത് മതസംവിധാനം എന്നുള്ള ഒരു മതസംവിധാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതൊരു നാമധേയ ക്രൈസ്തവ സഭ തന്നെയാണ്. കർത്താവിന്റെ മണവാട്ടി എന്ന പേരിൽ നിൽക്കുന്ന മണവാട്ടി അല്ല, എന്നാൽ നാഥനോട് ഒരു വിധേയത്വം ഇല്ലാത്ത ആ സഭയെയാണ് ഇവിടെ
മഹാവേശ്യ എന്ന് പറയുന്നത്. ആ മഹാവേശ്യയുടെ ന്യായവിധി 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. അത് യോഹന്നാനെ കാണിക്കുക എന്ന ഏക ലക്ഷ്യമായിരുന്നു ആ ക്രോധകലശവുമായി വന്ന ദൂതനുണ്ടായിരുന്നത്. അത് അവൻ 16-ാം വാക്യത്തിൽ, അതിന്റെ 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അത് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയാണ്: നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച്. ആ 10 കൊമ്പും മൃഗവും എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു, ഞാനത് വിശദീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ആ പ്രവൃത്തിയെ കാണിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ദൂതൻ ചെയ്തിരുന്നത്. അതിനുശേഷം വലിയ അധികാരമുള്ള ഒരു പുതിയ അല്ലെങ്കിൽ മറ്റൊരു ദൂതൻ ഇപ്പോൾ വരുന്നത് മർമ്മം മഹദിയാം ബാബിലോണിന്റെ എന്ന് പറയുന്ന ആ സാമ്പത്തിക വാണിജ്യ സ്രോതസ്സായിരുന്ന മഹദിയാം ബാബിലോൺ എന്ന മഹാനഗരത്തിന്റെ നാശത്തെ അറിയിക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഈ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വലിയ അധികാരമുള്ള ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അതായത് മിന്നലിനൊത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മിന്നലിനൊത്ത വളരെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മിന്നലൊക്കെ വരുമ്പോൾ അത്രയും വലിയൊരു പ്രകാശമായിരുന്നു. നമുക്കറിയാം ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തേജസ്സുള്ളവരായിട്ടാണ്. എങ്കിലും ഇവിടെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നവരിൽ ദൈവ തേജസ് വ്യാപരിക്കും. കാരണം എല്ലാ ദൂതന്മാരും തേജസ്സിനാൽ, ഇവിടെ തേജസ് കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൂതൻ വരികയാണ്. അന്നേരം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നവരിൽ ദൈവ തേജസ് വ്യാപരിക്കും. നമുക്കറിയാം മോശ സീനായി പർവ്വതത്തിൽ ദൈവസന്നിധി ചില ദിവസങ്ങൾ ഇരുന്ന് മടങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്ത് നോക്കാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല എന്നുള്ള വേദഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എതിർ ക്രിസ്തുവിന്റെ മുന്നോടിയായി ഭൂമിയിൽ ഇരുട്ട് നിറയ്ക്കുവാനുള്ള പദ്ധതികളുടെ മധ്യേ നമ്മൾ ദൈവിക സാന്നിധ്യത്തിൽ ഇരിക്കുകയും വലിയ ദൈവകൃപ പ്രാപിച്ച് വെളിച്ചമായി നിലകൊള്ളുകയും വേണം. ഞാനൊരു പ്രബോധനമായിട്ട് പറയാണ്, ഇനി വലിയ ഇരുട്ട് നിറയാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോകുന്നത്. അതിന്റെ മധ്യേ ആ ദൈവിക സാന്നിധ്യത്തിൽ ഇരിക്കുകയും വലിയ ദൈവിക കൃപ പ്രാപിച്ച് വെളിച്ചമായി നമ്മൾ മാറുകയും വെളിച്ചമായി നിലകൊള്ളുകയും ചെയ്യണം എന്നുള്ള കാര്യം നാം ഓർക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു വാചകമാണ്, രക്ഷാദിവസമാണ്, ഇത് സുപ്രസാദ കാലമാണ്. ദൈവം മാനസാന്തരപ്പെടുവാൻ മനസ്സ് കാണിക്കുന്ന പാപികളെ അന്ധകാരത്തിൽ നിന്ന് വിടിവിച്ച് ദൈവത്തിന്റെ നിത്യ തേജസ്സിനാൽ നിറയ്ക്കുന്നുമുണ്ട്. അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൈവ തേജസ്സിനാൽ അവർ നിറയപ്പെടുന്നു. ദൈവ തേജസ്സിനാൽ അവരുടെ മേൽ അത് ചുറ്റുന്നു എന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ മഹാനഗരമായ ബാബിലോണിന്റെ നാശത്തോടനുബന്ധിച്ച് അവിടെ പ്രത്യക്ഷമാകുന്ന ദൈവ തേജസ് അത് ദൈവ കോപത്തെയും ന്യായവിധിയും കാണിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം എന്ന് പറയുന്ന പോലെ ആ ദൈവ തേജസ്സിന് വേറൊരു ഉദ്ദേശമുണ്ട്. അത് ബാബിലോണിന്റെ നാശത്തെ, അല്ലെങ്കിൽ ബാബിലോണിന്റെ നാശത്തോടനുബന്ധിച്ച് ദൈവ കോപത്തെയും ന്യായവിധിയും കൂടെ കാണിക്കുന്നതായിരുന്നു ആ ദൈവ തേജസ്. ദൂതൻ തുടർന്ന് മഹദിയാം ബാബിലോൺ വീണുപോയി എന്നറിയിക്കുന്നു. ഈ വീഴ്ചയെ കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം തിരിച്ചു മറിച്ചെന്ന് പറയുമ്പോൾ ദർശനത്തിന്റെ ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നീട് സമയമെടുത്ത് ചെറിയൊരു ഇടവേള പോലെ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നു. എന്നാൽ ഈ വീഴ്ചയെ കുറിച്ച് 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. 14-8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: രണ്ടാമതൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി, തന്റെ തുർനടപ്പിന്റെയും ക്രോധമദ്യവും സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മൾ ആ 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും പിന്നെ അതിന്റെ 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് ഇവിടെയും വീണുപോയി എന്ന് 2 പ്രാവശ്യം എടുത്തു പറയുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ ആ അർത്ഥത്തിൽ തന്നെ പറയുന്നത് ബാബിലോൺ വീണുപോയി എന്ന് അവിടെ 2 വാക്യം പറയുന്നുണ്ട്. അന്നേരം ഈ വാക്യത്തിന് സമാനമായി ഒരു പഴയ നിയമ വാക്യമുണ്ട്. അത് യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടായി കുതിരപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞ് വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു. അന്നേരം വീണുപോയി എന്ന പദം ആവർത്തിച്ചിരിക്കുന്നത് അതിന്റെ പ്രാധാന്യത കാണിക്കാൻ വേണ്ടിയാണ്. ആ വീഴ്ചയുടെ അതിന്റെ പ്രാധാന്യത കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ബാബിലോണിന്റെ പതനം നിശ്ചയപ്രകാരം നടക്കും എന്നതിനെ കാണിക്കുന്നു. അതായത് ദൈവത്തിന്റെ പ്രവചനങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല, ദൈവത്തിന്റെ ന്യായവിധികൾക്ക് ഒരു മാറ്റവും വരുന്നില്ല, ദൈവത്തിന്റെ ഹിതത്തിൽ ദൈവം നിർണയിച്ചതൊന്നിനും മാറ്റം വരുന്നില്ല എന്നുള്ളതിനെ അത് കാണിക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, ആദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച 17-ാം അധ്യായത്തിൽ മത സംവിധാനത്തിനുണ്ടായ വീഴ്ച നമ്മൾ കണ്ടു. അന്നേരം മതപരമായ ഉന്നത പദവിയിൽ നിന്നും അതിനുശേഷം അവളുടെ വാണിജ്യ പദവിയിൽ നിന്നും വീണുപോയത് 2 രീതിയിലും അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി ഉണ്ട്. ആദ്യം ഒന്ന് വീണുപോയി എന്ന് പറയുമ്പോൾ മതപരമായ പദവിയിൽ നിന്ന് വീണുപോയതും പിന്നീട് അതിന്റെ വാണിജ്യ പദവിയിൽ നിന്നും വീണുപോയതിനെ അങ്ങനെ വിവരിക്കുന്ന ഒരു വ്യാഖ്യാനം കൂടി ഉണ്ട്. ഞാനോട് ചേർത്ത് പറയുന്നേ ഉള്ളൂ.
പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യമുള്ളത് 17-ാം തീയതിന്റെ 16-ാം വാക്യം മുമ്പ് വായിച്ചാണല്ലോ. മഹദിയാം ബാബിലോൺ, മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ മത സംവിധാനത്തെ നശിപ്പിച്ച കാര്യം നമ്മൾ കണ്ടല്ലോ. അതിനെ നശിപ്പിച്ചതിലൂടെ അന്നേരം ആ മതസംവിധാനത്തെ അതിനെ ചുമന്നിരുന്ന രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, വ്യാപാരികൾ, അവർക്ക് അതിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവർ നിർബന്ധത്താൽ അവർ ചുമക്കുകയായിരുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവർ അതിനെ വലിച്ച് താഴെയിട്ടു എന്ന് കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനോട് നിലയിലായിരുന്നു. കാരണം അവരോട് എപ്പോഴും എതിർക്കുകയും അതിനോട് എപ്പോഴും മത്സരിച്ചുകൊണ്ടായിരുന്നു ഈ മതസംവിധാനം നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ മതസംവിധാനത്തെ നശിപ്പിച്ചതിലൂടെ അതിന്റെ പുറകിലുള്ള ഈ മഹാനഗരത്തെയും നശിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഈ മൃഗമായ എതിർ ക്രിസ്തു മനസ്സിലാക്കിയാണ്. അതായത് എതിർ ക്രിസ്തുവിന് പിന്നീടാണ് ആ ഒരു ബോധ്യത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അഥവാ ബാബിലോൺ ആകുന്ന ഈ സ്ത്രീ ആത്മീകമായും ധാർമ്മികമായും സാൻമാർഗികമായും ആദ്യം വീണുപോയി. പിന്നീട് അക്ഷരാർത്ഥത്തിൽ തന്നെ അത് നാശത്തിലേക്ക്, അതായത് ആ നഗരം എന്നുള്ള നിലയിൽ അത് നാശത്തിലേക്ക് വീണുപോകും എന്നുള്ള അർത്ഥം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ 14-ാം ബാബിലോണിന്റെ മതം മുന്നമേ അറിയിച്ചിട്ടുണ്ട്. 18-ാം വാക്യത്തിൽ 1-2 വാക്യത്തിലേക്ക്, 18-ാം അധ്യായത്തിൽ 1-2 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൂതൻ ആ പതനം അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്താവന പോലെ പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്ന 16-ാം അധ്യായത്തിലുള്ള 17 മുതൽ 20 വരെയുള്ള 7-ാമത്തെ ക്രോധകലശത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മൂന്നും എല്ലാം ഒരേ സംഭവത്തെയാണ് കാണിക്കുന്നത്. ഇനി 2-ാം വാക്യത്തിൽ ബാബിലോണിന്റെ ശോചനീയ അവസ്ഥയും 3-ാം വാക്യത്തിൽ ഈ ബാബിലോണിന്റെ വീഴ്ചയ്ക്ക് കാരണമായ പാപങ്ങളെ കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ആദ്യം ആ ശോചനീയ അവസ്ഥകൾ എന്തൊക്കെ നോക്കാം. ഒന്ന്, ദുർഭൂതങ്ങളുടെ പാർപ്പിടം. ദുർഭൂതങ്ങളുടെ വിശേഷിപ്പിക്കുന്നത് ദുർഭൂതങ്ങളുടെ പാർപ്പിടം. അത് എന്താ പറയാ, ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ബാബിലോൺ നഗരം ഇപ്പോൾ ഒരു ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി മാറി. അതായത് ഈ പട്ടണം സാത്താന്റെ സിംഹാസനവും ഭരണസിരാകേന്ദ്രവുമായി മാറി എന്ന് പറയുന്നത് പോലെ ആ ഒരു നിലയിലേക്ക് ഇത് അധപ്പതിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അത് അതിന്റെ ആത്മീയ അധപ്പതനത്തെയും കാണിക്കുകയാണ്. അതായത് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോയ ഒരവസ്ഥയാണ് ഇവിടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ ബാബിലോണിന്റെ നാശത്തിന് ശേഷം അത് ചെന്നായ്ക്കളുടെയും കുറുനരികളുടെയും പാർപ്പിടമായി തീർന്നു എന്ന് പഴയ നിയമ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തി. ഞാൻ വേദഭാഗത്തിലേക്ക് പോകുന്നില്ല. എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അതിനേക്കാൾ മോശമായതിനെ കൊണ്ട് നിറഞ്ഞ ഒരു മഹദിയാം ബാബിലോണിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇനി രണ്ടാമത് ഇവിടെ സകല അശുദ്ധാത്മാക്കളുടെ തടവറ എന്നാണ് അവിടെ കാണുന്നത്. അതായത് ബാബിലോൺ ദുർഭൂതങ്ങളുടെ പാർപ്പിടം എന്നത് സാത്താന്റെ അനുയായികൾക്ക് യഥേഷ്ടം പ്രവേശിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കും എന്നുള്ളതിനെ കാണിക്കുന്നതാണ്. അതേസമയം അശുദ്ധാത്മാക്കളുടെ തടവറ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സാത്താന്റെയും മൃഗത്തിന്റെയും ആവശ്യങ്ങൾക്കായി ഒരു കരുതൽ സേന എന്നതുപോലെ അവിടെ അശുദ്ധാത്മാക്കളെ പാർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിലയിലുള്ള ഒരു കേന്ദ്രവും കൂടിയായിരുന്നു ഈ ബാബിലോൺ. മറ്റൊന്ന്, അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെ കേന്ദ്രമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. ആ മഹാനഗരത്തിന്റെ ശോചനീയ അവസ്ഥയെ കാണിക്കുന്നു. അത് അവിടെയുള്ള ആത്മീയ നിലവാരത്തെയാണ് കാണിക്കുന്നത്. ഒരു യിരെമ്യാ പ്രവചനത്തിലുള്ള ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 5-27 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കൂട്ടിൽ പശു നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നു. അന്നേരം കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്ന പോലെ വഞ്ചന. അന്നേരം ആ ഒരു നിലയിലേക്കാണെന്ന്. അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെ കേന്ദ്രം എന്ന് പറയുമ്പോൾ വഞ്ചനയുടെയും ആ നിലയിലുള്ള ഒരു വ്യാപാര കേന്ദ്രമാണ്. വ്യാപാരത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വഞ്ചന നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമായി ഇതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതിന്റെ 3-ാം വാക്യത്തിൽ അവളുടെ ഈ മഹദിയാം ബാബിലോണിന്റെ വീഴ്ചയ്ക്ക് കാരണമായ പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. രണ്ടാമത്, ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പൊളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകലം കുടിച്ചു, ജാതികളല്ലേ പാപം ചെയ്ത്? രാജാക്കന്മാർ അവരോട് വേശ്യാസംഗം ചെയ്തപ്പോൾ രാജാക്കന്മാരല്ലേ പാപം ചെയ്തത്? വ്യാപാരികളോട് പൊളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വ്യാപാരികളല്ലേ പാപം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ഇതൊക്കെ അതായത് ഇതിന്റെ ബാബിലോണിന്റെ പാപമല്ല, ഇതൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ പാപമാണെന്ന് തോന്നുമ്പോൾ തന്നെ ബാബിലോണിന്റെ വേശ്യാവൃത്തിയിലും മ്ലേച്ഛതയിലും ആഡംബര ജീവിതത്തിലും ആകർഷിക്കപ്പെട്ട് ജാതികളും രാജാക്കന്മാരും വ്യാപാരികളും അവളുടെ പാപത്തിലേക്ക് വീണു പോവുകയാണ് ചെയ്തത്. അവളുടെ ആ പാപത്തിലേക്ക് അവളോടൊപ്പം ചേരുകയാണ് ചെയ്തത്. അതായത് ബാബിലോൺ സ്വയം പാപത്താൽ ജീവിക്കുന്നതിനൊപ്പം അത് സ്വന്തം പാപത്തിൽ തന്നെ അത് പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മറ്റുള്ളവരെയും അതിൽ കൂട്ടാളികളാക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ കണ്ടത് ബാബിലോണിന്റെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു എന്നുള്ളതാണ്.
ഇവിടെ സകല ജാതികളും എന്നത് ലോകവ്യാപകമായി സകലരെയും ബാബിലോൺ എന്ന മഹാനഗരത്തിന്റെ പാപത്തിന്റെ പങ്കാളികളാക്കിയതിനെ കാണിക്കുന്നു. അതായത് ഒരു ബാബിലോൺ ഒരു മഹാനഗരമാണ്, ഒരു വലിയ വ്യാപാര കേന്ദ്രമാണ്. അന്നേരം ബാബിലോണിനുണ്ടാകുന്ന സകല പാപങ്ങളെയും നമുക്കറിയാം. ഇന്നുള്ള പല ഞാൻ പട്ടണങ്ങളുടെ പേര് പറയുന്നില്ല, എന്നാൽ യൂറോപ്പിലുള്ള ചില പട്ടണങ്ങളിലൊക്കെ പാപങ്ങളുടെ കേന്ദ്രമാണ്. നമ്മൾ അവിടുത്തെ വീഡിയോകൾ നമ്മൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന പിക്ചറുകളും അവിടെ കിട്ടുന്ന ഇമേജുകളും ആ വാണിജ്യ നിലവാരം അതൊക്കെ അവിടുത്തെ നിലവാരത്തെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ബാബിലോൺ എന്ന് പറയുന്ന ഈ ആശ്ചര്യ മഹാനഗരം, ഞാൻ പറഞ്ഞല്ലോ ബാബിലോൺ എന്ന് പറയുന്ന ഒരു പേരാണ്. ആ കൃത്യമായ പേരെന്തെന്നുള്ളത് നമുക്ക് കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും അത് റോം ആണെന്നോ അതോ ബാബിലോൺ ആണോ എന്നോ നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. അതൊരു മഹാനഗരം, ഭാവിയിൽ ഉടലെടുക്കാൻ പോകുന്ന ഒരു ലോക വ്യാപാര കേന്ദ്രമായിരിക്കും. അന്നേരം ആ വിഗ്രഹാരാധനയും അവിടെ ഉണ്ടാകുന്ന ദൈവവചന വിരുദ്ധമായ ദുരാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇന്ന് വ്യഭിചാരമായും വേശ്യാവൃത്തിയായും അതായത് ആത്മീയമായ അർത്ഥത്തിൽ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവിടെ മദ്യം കുടിക്കുമ്പോൾ നമുക്ക് മദ്യം ലഹരി പകർന്ന് സുബോധം നശിപ്പിക്കുന്നത് പോലെ ബാബിലോണിയൻ നർമ്മങ്ങളാൽ അനേകരുടെ വിശുദ്ധിയും വേർപാടും നഷ്ടമാക്കിയ പ്രവൃത്തിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേസമയം മദ്യപന്മാർ സുബോധമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പോലെ ഈ ദൈവത്തിൽ ആശ്രയം വെച്ച ഭക്തന്മാരെ ഈ വ്യാജ സഭാ സംവിധാനം പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. അത് നമ്മൾ കണ്ടതാണ് ആ ഭാഗങ്ങളൊക്കെ. പക്ഷെ അവസാനം ഈ വ്യാജസഭയുടെ പാപങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവർ തന്നെ അവളെ നശിപ്പിക്കും എന്നത് ദൈവിക ന്യായവിധിയുടെ നീതിയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ദൈവിക ന്യായവിധികളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവം എപ്പോഴും ചെയ്യുന്നത് തന്റെ ഭക്തന്മാരെ ഒന്ന് മര്യാദ പഠിപ്പിക്കുവാൻ, അല്ലെ തന്റെ ഭക്തന്മാരെ ഒന്നുകൂടെ ദൈവകൃപയിലേക്ക് ഒന്ന് അടുപ്പിച്ചു വരുവാൻ ചിലപ്പോൾ ദുഷ്ടത നിറഞ്ഞ രാജാക്കന്മാര്, ദുഷ്ടത നിറഞ്ഞ ജനങ്ങളെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അതൊക്കെ തോന്നുന്നു അവിടേക്ക് എന്തുവാ ദൈവത്തിന്റെ കരുണയില്ല. പക്ഷേ അതോടുകൂടി ആ ജനം മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് മടങ്ങി വരുമ്പോൾ ആ ദുഷ്ടത പ്രവർത്തിച്ചവരെ ദൈവം പിന്നീട് ശിക്ഷിക്കുന്നതായി വേദപുസ്തക ചരിത്രം ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊരു ദൈവിക ന്യായവിധിയുടെ രീതി, അതിന്റെ പിന്നിലുള്ള ദൈവിക നീതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമതായി അവരുടെ പാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. മഹാനഗരമായ ബാബിലോണിന്റെ വിഗ്രഹാരാധനയും മറ്റു പാപങ്ങളിലേക്കും ഭൂമിയിലെ രാജാക്കന്മാർ ആകൃഷ്ടരായി എന്നാണ് അതിനർത്ഥം. അങ്ങനെ അവരും മഹദ്യാം ബാബിലോണിന്റെ പങ്കാളി അല്ലെങ്കിൽ പാപങ്ങളിൽ പങ്കാളികൾ ആയി എന്ന ആ അർത്ഥത്തിലാണ് അത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിലൂടെ അവർക്ക് ഭയങ്കര ഭൗതിക സമ്പത്തുണ്ടായി, മറ്റു നേട്ടങ്ങളൊക്കെ ഉണ്ടായി. പലപ്പോഴും പാപം ചെയ്യുമ്പോൾ, പാപത്തിന് വേണ്ടി ഇടം നിൽക്കുമ്പോഴൊക്കെ ഭൗതിക നന്മകൾ ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടല്ലോ. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിവുള്ളതാണല്ലോ. അന്നേരം ഇതിന്റെ പിന്നിലുള്ള ഭൗതിക സമ്പത്താണ് അവരെ ആ പാപത്തിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമതായി ഭൂമിയിലെ വ്യാപാരികൾ ബാബിലോണിന്റെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരായി എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ വ്യാപാരികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ആദ്യമായി കാണുന്ന പദങ്ങളാണ് വ്യാപാരികൾ എന്നുള്ള ഈ ഭാഗങ്ങളിലാണ് കാണുന്നത്. 11, 15, 23 ഈ 3 വാക്യങ്ങളിലും വ്യാപാരികൾ എന്ന് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ അവരെ കുറിച്ചുള്ള ആദ്യ സൂചനയാണ്. കാരണം ഇവിടെ ഇതുവരെയുള്ള വേദഭാഗങ്ങളിൽ 17-ാം അധ്യായത്തിലെ ആ വേശ്യ അല്ലെങ്കിൽ മഹാവേശ്യ എന്ന് പറയുന്നത് വിപുലവും ശക്തമായ മതസമ്പ്രദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നഗരമല്ലാതെ മറ്റൊന്നും ചിന്തിക്കേണ്ട കാരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ കാണുന്ന മഹാനഗരം അതിനേക്കാൾ കുറച്ചുകൂടെ, നമ്മൾ 18-ാം അധ്യായം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 18-ാം അധ്യായത്തിൽ കാണുന്നത് കുറച്ചുകൂടെ അതിന്റെ വിശ്വാസ സമ്പ്രദായത്തെക്കാൾ ഉപരിയായ ഒരു വ്യാപാര കേന്ദ്രമാണ് എന്നതിനെ അത് കാണിക്കുന്നതാണ്. ഇനി ഇവിടെ ബാബിലോണിന്റെ പുളപ്പ് എന്നത് ആ പട്ടണത്തിന്റെ ക്രമാതീതമായ ഭൗതിക വളർച്ചയും സുഖലോലുപതയും ആഡംബരത്തെയും കാണിക്കുന്നതാണ്. ബാബിലോണിന്റെ പുളപ്പ് ഒരു പദം നമ്മൾ അവിടെ കണ്ടു. പുളപ്പിൽ വ്യാപാരികൾ അതിന്റെ ഉള്ളിൽ അവർ എന്താ പറഞ്ഞ ആ ആധിക്യത്തിൽ അവരെന്ത് ചെയ്യുന്നു, സമ്പന്നരായി നമ്മൾ കണ്ടല്ലോ. എന്നാൽ ആ പുളപ്പ് എന്ന് പറയുന്നത് ആ പട്ടണത്തിന്റെ ക്രമാതീതമായ ഭൗതിക വളർച്ച, പെട്ടെന്നുള്ള വളർച്ച, സമ്പന്നത, അതുപോലെ സുഖലോലുപത, അവിടെ ഉണ്ടാകുന്ന ആഡംബരങ്ങൾ. ഇനി 7-8 വാക്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ബാബിലോണിന്റെ പുളപ്പിനെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിന്നീട് നമുക്കത് കാണാം. ആഡംബര ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആഡംബര ജീവിതത്തിലുള്ള പാപം എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളിലേക്കും വേർപാട് അനുഷ്ഠിക്കുന്നവരാണ്. ആ വേർപാടിനെ ചോദ്യം ചെയ്യുന്നവർ, ചിലർ അതിനെ തെറ്റിക്കുമ്പോൾ അതിനെ പണ്ടൊക്കെ ദേവദാസന്മാർ ശാസിക്കാറുണ്ടായിരുന്നു. ശാസിക്കുമ്പോൾ തിരിച്ചു അത് ചെയ്താൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങൾ അങ്ങനെ ചോദിക്കാറുമില്ല. അതിലേക്കൊക്കെ ഒത്തിരി നമ്മൾ വഴങ്ങിക്കൊടുക്കുന്ന അങ്ങനെ നമ്മളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ആഡംബര ജീവിതം പൊതുവിൽ ദൈവത്തെ മറക്കുവാനും അതിനു പകരം ധനസമ്പാദന വിഷയങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകാനും പാപത്തിൽ ഏർപ്പെടുവാനും ഇടയാകും എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം.
ഇവിടെ പറയുന്ന മഹദിയാം ബാബിലോണിന്റെ പുളപ്പിന്റെ ആധിക്യത്താൽ സകല വ്യാപാരികളും ഈ പറയുന്ന മഹാനഗരത്തിലേക്ക് ആകൃഷ്ടരായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവർ അതിന്റെ ഒപ്പം ബാബിലോണിന്റെ പാപങ്ങൾക്ക് അടിമകളാകുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹദിയാം ബാബിലുണ്ടായ ഈ വലിയ തകർച്ചയിൽ വ്യാപാരികളുടെയും അതുപോലെ ഈ രാജാക്കന്മാരുടെയും ഒക്കെ സങ്കടം നമ്മൾ പിന്നീട് ഇതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട്. നമുക്കത് പിന്നീട് കാണാം. ഇനി തുടർന്ന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ എന്നുള്ള ഒരു വലിയ ആഹ്വാനമാണ്. അതായത് പാപമംഗലമായ ബാബിലോണിയ മർമ്മങ്ങളിൽ നിന്ന് വേർപെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരാകണം ദൈവമക്കൾ എന്നുള്ള ഒരു വലിയ പ്രബോധനമാണ് ഈ വാക്യത്തിലൂടെ നൽകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളപോലെ ഇത് ഈ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാ കാലത്തേക്കുമുള്ള എന്റെ ജനമായുള്ളവരെ എന്ന് വിളിക്കപ്പെടുന്ന ദൈവഭക്തന്മാരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തോടെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കെല്ലാവരോടുമുള്ള സ്നേഹത്തോടുള്ള മുന്നറിയിപ്പാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം വിവിധ ന്യായവിധികളെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള വഴി ഒരുക്കിയിട്ട് ആ വഴി അല്ലെങ്കിൽ ആ പാത തെരഞ്ഞെടുക്കുവാൻ തുടരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മാനസാന്തരപ്പെടുവാൻ, കാലം തികഞ്ഞെന്നുള്ള അത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കല്ല, അത് ആ ലോകത്തിന്റെ അവസാനം വരെ തന്നെ ആ പാത തിരഞ്ഞെടുക്കുവാൻ ദൈവം അവസരത്തെ നൽകുന്നുണ്ട് മാനസാന്തരത്തിന് വേണ്ടി. അന്നേരം അതിന്റെ മധ്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിൽക്കുന്ന ഈ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചുറ്റും അരങ്ങേറുന്ന പാപങ്ങളോട് ഒരു കാരണവശാലും പൊരുത്തപ്പെടുവാൻ ഒരു ദൈവവൈതലിന് അനുവാദമില്ല, അല്ലെങ്കിൽ പാടുള്ളതല്ല എന്നുള്ള കാര്യം നാം ഗ്രഹിക്കണം. ഒരിക്കലും നാം അവരോട് പൊരുത്തപ്പെടുവരുത്. അതുപോലെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകുക എന്ന് പറയുമ്പോൾ അവളുടെ ബാധ എന്ന് പറയുമ്പോൾ ശിക്ഷ, ആ ശിക്ഷയിലും പങ്കുണ്ടാകുക എന്നർത്ഥം. അതായത് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാനഗരത്തിന്റെ അല്ലെങ്കിൽ ആ മതസംവിധാനത്തിന്റെ അതിന്റെയൊക്കെ പാപങ്ങളിലേക്ക്, ഈ പറയുന്ന വിധത്തിലേക്ക് നാം അതിനോട് ഈ ആഡംബരത്തിലൊക്കെ പൊളച്ച് നാം അതിലേക്ക് ആകർഷണമായി നാം അതിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഒപ്പം കൂട്ടാളികളാകും എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ അധ്യായത്തിൽ കാണുന്ന ഈ ശിക്ഷയ്ക്കൂടെ പങ്കുള്ളവരായി മാറുന്നു എന്നുള്ളതാണ് അതിനെ നമുക്ക് മനസ്സിലാക്കി കാണുന്നത്. അതായത് ദുഷ്ടതയുമായുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ വളരെ വലിയ അപകടകരമായ ഒന്നാണെന്ന് ഈ വേദഭാഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ അവളെ വിട്ടുപോരുവീൻ എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ വരുന്ന മഹോപദ്രവ കാലത്തിന് ഭാവിയിൽ സംഭവിക്കാനുള്ള അന്നൊരു സംഭവമല്ല. ഏത് കാലത്തും പാപത്തെ വിട്ട് മാറിപ്പോകുവാനുള്ള ഒരു വലിയ ആഹ്വാനം നിലനിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കട്ടെ. ഒരു കാലത്ത് പാരമ്പര്യ സഭകളിൽ നിന്നൊക്കെ വേർപാട് അനുഷ്ഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണല്ലോ നാം ഓരോരും. ഇന്ന് നമ്മുടെ ഇടയിലും ഇന്ന് ഈ ബാബിലോണിയ പാപങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഒന്ന് ആത്മാർത്ഥമായി വിചിന്തനം ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിൽ നിന്നൊക്കെ ഒരു വേർപാട് അനുഷ്ഠിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെ നിന്നും മാറി നിൽക്കാനാണ്. കാരണം നാം നിത്യതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തവരാണ്. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നാം ഗൗരവമുള്ളവരായി അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങൾ വലിയ ദൈവം നമ്മളെ നയിക്കട്ടെ. അതിനുവേണ്ടി വേർപാട് എന്നുള്ള ചെറിയൊരു വിഷയമല്ല, അത് വലിയ ദൈവം ഒത്തിരി ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ്. ഞാൻ വേർപാടിനെ കാണിക്കുന്ന ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം. പഴയ നിമിത്തിൽ നിന്ന് പുതിയ നിമിത്തിൽ ഞാൻ വായിക്കട്ടെ. ഒത്തിരി അർത്ഥവും ആഴവും ഉള്ളതുകൊണ്ട് ഞാനത് വായിക്കട്ടെ. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ബാബേലിൽ നിന്ന് പുറപ്പെടുവീൻ, ഉല്ലാസഘോഷത്തോടെ കൽദേരെ വിട്ട് ഓടിപ്പോകുവീൻ. എന്റെ അർത്ഥം ഞാൻ വിവരിക്കുന്നില്ല, നമുക്ക് മനസ്സിലാകുമല്ലോ. യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവീൻ. ദൈവത്തിന്റെ മന്ദിരമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഈ ദിവസങ്ങൾ ആ വെളിപ്പാട് പ്രാപിച്ച് ദൈവമക്കൾ അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് നാം പുറപ്പെട്ടു പോകണം. ഇനി യെരമ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണുന്ന ഇങ്ങനെയാണ്: ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുവീൻ, നിങ്ങൾ അതിന്റെ അകൃത്യത്താൽ നശിച്ചു പോകരുത്. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ വേദഭാഗങ്ങളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആ വാക്യങ്ങളാണല്ലോ. നശിച്ചു പോകരുത്, ഇത് യഹോവയുടെ പ്രതികാര കാലമല്ലോ, അതിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അവൻ
അതിനോട് പകരം ചെയ്യും. ആ പകരം ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പങ്കുള്ളവരായി നാം മാറരുത്. നാം അതിന്റെ മധ്യ ഒരു വേർപാടുള്ളവരായി മാറണം. യെരമ്യാ പ്രവചനം 51 അധ്യായത്തിന്റെ തന്നെ 45 വാക്യത്തിൽ, എന്റെ ജനമേ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവീൻ, യഹോവയുടെ ഉഗ്ര കോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. വ്യക്തിപരമായിട്ട് പറയാണ്, നമ്മളോട് പറയാണ്. നമ്മൾ കുടുംബത്തെ രക്ഷിക്കുവാനോ മറ്റുള്ള പ്രിയപ്പെട്ട രക്ഷിക്കുന്നതിനേക്കാളൊക്കെ ഉപരി എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവാൻ ഒരു ആഹ്വാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ നിയമകാലത്ത് മാത്രമല്ല, പുതിയ നിയമകാലത്തും ദൈവം അത് തന്നെയാണ് തന്റെ ഭക്തന്മാരോട് ആവശ്യപ്പെടുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ, അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവീൻ എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ പിന്നിലുള്ള ആപത്താണ് കാണിക്കുന്നത്. തൊട്ടുപുറകിൽ ഒരു പാമ്പെന്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോ എന്ന് പറയുന്നത് പോലെ വിഗ്രഹാരാധന വിട്ടുകൊടുവിൻ. അത് നമ്മളെ ചതിയിൽ പെടുത്തും, അല്ലെങ്കിൽ പാപത്തിൽ പെടുത്തും എന്നുള്ള ആ വലിയ ആശയമാണ് അതിന് പിന്നിൽ കാണുന്നത്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ 6 അധ്യായത്തിന് 11 വാക്യത്തിൽ പറയുന്നുണ്ട്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അതുപോലെ തിമോഥെയോസിന്റെ രണ്ടാം ലേഖനത്തിന്റെ 2 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ പറയുന്നുണ്ട്, യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഇങ്ങനെയുള്ള നിരവധി വേദന. ഇനി പത്രോസിന്റെ ലേഖനത്തിലും ഒരു വാക്യമുണ്ട്, കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ആ വേർപാടും വിശുദ്ധിയും അതിന് അർഹിക്കുന്ന ഗൗരവം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ. നമ്മൾ അതിന് ആഡംബരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വരികയാണല്ലോ, അത് ബാബിലോണിന്റെ പുളപ്പിനെ കുറിച്ച് പറഞ്ഞു വരികയാണല്ലോ. അതിലേക്കൊന്നും നമ്മൾ ചെന്ന് പെടാതിരിപ്പാൻ, അത് ന്യായം വിധിക്കുന്നു എന്നുള്ളൊരു വസ്തുത കേട്ട്, ഓക്കെ, ശത്രുവിന് ന്യായം വിധിക്കും എന്നുള്ള വസ്തുത കേട്ട് സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ നാം പെടാതിരിപ്പാൻ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഈ ദൈവവചനം തന്നിരിക്കുന്നത്. നമ്മെ ക്രമീകരിക്കാനായിട്ട് ഈ ദൈവവചനം തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ സഭയ്ക്കുള്ള 7 സഭകൾക്കുള്ള ദൂതുകൾ കൊടുത്തതിന് ശേഷമാണ് ഈ ന്യായവിധികളെ കുറിച്ച് പറയുന്നത്. എന്നാൽ സഭയ്ക്കുള്ള മുന്നറിയിപ്പുകളൊക്കെ അവിടെ കൊടുത്തത് ഇതിനോടൊക്കെ റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവഭക്തന്മാർ ബാബിലോണിനെ വിട്ട് ഓടിപ്പോകേണ്ടതിന്റെ കാരണം 5 വാക്യത്തിൽ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 18 അധ്യായത്തിൽ 5 വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബിലോണിന്റെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്. ഒപ്പം അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുണ്ട് എന്നുള്ള വിഷയം കൂടെ അവിടെ പറയുന്നുണ്ട്. ഓർത്തുന്നു എന്നുള്ളത് നമ്മൾ മുമ്പ് ചിന്തിച്ചതാണല്ലോ. ഷിനാർ ദേശത്ത് ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്ര സംഭവത്തിലേക്ക് നമ്മൾ പറഞ്ഞതാണ്. ഷിനാർ ദേശത്ത് ദൈവഹിതത്തിനെതിരായി മത്സരത്തോടെ ആകാശത്തോളം, അതായത് ദൈവസന്നിധിയോളം എത്തുന്ന മാനുഷിക പാപപ്രവൃത്തികളെ പോലെ അന്ത്യകാലത്ത് ബാബിലോണിന്റെ പാപം സ്വർഗത്തോളം കുന്നിച്ചു, അല്ലെങ്കിൽ സ്വർഗത്തോളം ഉയർന്നു വന്നു, അല്ലെങ്കിൽ ദൈവസന്നിധി അതെല്ലാം ഓർത്ത് ശിക്ഷ വിധിക്കത്തക്ക വിധത്തിൽ ദൈവസന്നിധിയിൽ എത്തി എന്നുള്ളത്. ആ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ എത്തി എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. അന്നേരം അവളുടെ അകൃത്യം ഓർത്ത്, ഞാൻ പറഞ്ഞ പോലെ 16 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ അവളുടെ അകൃത്യം ദൈവം ഓർത്തു എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അത് നമ്മൾ അവിടെ വിശദീകരിച്ചാണല്ലോ. പാപങ്ങൾ ആകാശത്തോളം കുന്നിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് അത്രയും വലുതാകുമ്പോൾ ദൈവം ശിക്ഷാവിധികളെ അയക്കുന്നു. അത് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. ജലപ്രളയത്തിന്റെ കാലത്ത് സൊദോം ഗൊമോരയുടെ നാശത്തില്, ഇസ്രായേലിന്റെ പാപത്തിന്റെ ഓരോ ഘട്ടത്തില്, അവർ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ പോലും പല സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് വരുന്ന പല ബാധകളൊക്കെ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവരുടെ പാപങ്ങൾ കുന്നിച്ചു വരുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം നമ്മൾ പുതിയ നിയമത്തിലെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന വെളിപ്പാടുകൾ പുതിയ നിയമത്തിലാണല്ലോ. അന്നേരം ദൈവത്തിന്റെ കരുണയാൽ പാപത്തിൽ തുടരുന്നവർക്ക് തന്നെ, ഈ പാപത്തിൽ തന്നെ തുടർന്നു പോകുന്നവർ, ഇങ്ങനെയൊക്കെ പാപത്തിൽ ആയിരിക്കുന്നവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം വീണ്ടും അവസരം നൽകുന്നതിനാണ് പലപ്പോഴും ഈ ഉടൻ ശിക്ഷാവിധി ഈ കാലഘട്ടങ്ങളിലൊന്നും നടക്കാതെ പോകുന്നത്. എത്രയോ പാപങ്ങൾ ചെയ്തു, ചിലപ്പോൾ ആ പാപങ്ങളൊക്കെ കാണുമ്പോൾ, ചില സമയത്തൊക്കെ നമ്മൾ ഇസ്രായേലിനോടൊക്കെയുള്ള ന്യായവിധികൾ കാണുമ്പോൾ അതിനൊക്കെ മുമ്പ് എത്രയോ വലിയ പാപങ്ങൾ ചെയ്തിട്ടാണ്, അന്നൊന്നും ചെയ്തില്ലല്ലോ ഇപ്പൊ ചെയ്തെന്ന് പറയുമ്പോൾ അത് ദൈവം അവസരങ്ങളെ കൊടുക്കുന്ന പോലെ ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം അതിനെ ഓർത്ത് നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെ എല്ലാം ഓർത്ത് അതിൻ്റെ ഒപ്പം അതിൻ്റെ മേൽ വളരുന്ന പാപങ്ങൾ
പാപങ്ങളെ ഓർത്ത് അതിന് മേൽ ന്യായവിധി അയക്കുമെന്നുള്ള കാര്യം നാം എല്ലാവരും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പലപ്പോഴും നമുക്ക് പ്രബോധനം ലഭിക്കാറുണ്ട്, നമുക്ക് ഉപദേശം ലഭിക്കാറുണ്ട്, ശാസനം ലഭിക്കാറുണ്ട്. ദൈവം നമ്മളോട് വലിയ അല്ലെങ്കിൽ അത്ര ഹൃദ്യമായ വിധത്തിൽ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആഹ്വാനം ചെയ്യാറുണ്ട്. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവഗണിച്ച് പോകുമ്പോൾ അപ്പോഴൊന്നും ശിക്ഷ കിട്ടിയില്ല എന്നൊക്കെ നാം വിചാരിച്ച് അതിനെയൊക്കെ ഗൗരവമില്ലാതെ നാം മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുക, ദൈവം ഇതിനെല്ലാം ഓർത്ത് വെക്കുന്ന നിമിഷങ്ങളാണ്. അതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാൻ വേണ്ടി ദൈവം തരുന്ന അവസരങ്ങളെയാണ് നാം പലപ്പോഴും പാഴാക്കി കളയുന്നത് എന്നുള്ളത് നാം ഓർക്കുക. ഇവിടെ സ്വർഗത്തോളം കുമിഞ്ഞുകൂടിയ ബാബിലോണിന്റെ പാപത്തിലുള്ള ദൈവിക ശിക്ഷാവിധികൾ സ്വർഗത്തിൽ നിന്നും അയക്കുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പായി ദൈവജനം വേർപെട്ടിരിക്കുക എന്ന ഈ ആഹ്വാനത്തിന് ശേഷം യോഹന്നാന്റെ മറ്റൊരു അറിയിപ്പ് അതിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നു. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ, അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടി കൊടുപ്പീൻ, അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ. ഇവിടെ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേദഭാഗമാണ് നമുക്ക് തോന്നുന്നുണ്ട്. ഞാനതിൽ വിശദീകരിക്കാം. ദൈവവചനത്തിലുടനീളം ദൈവം വെളിപ്പെടുത്തുന്ന സമ്പൂർണ്ണ നീതിയുടെ തത്വമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ എന്നുള്ളത് ഒരു പഴയ നിയമ പ്രമാണമാണ്. നമ്മളതിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യാത്തതിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പലപ്പോഴും നമ്മൾ വേദന കൊണ്ട് സഹിച്ചു, നമ്മുടെ മനസ്സിലൊക്കെ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വേദന കൊണ്ട് സഹിച്ചും ഒരു കുറെ നാളൊക്കെ നമ്മൾ പുറവൃത്ത സങ്കടങ്ങൾ കൊണ്ട് നിരാശ കൊണ്ടൊക്കെ നിന്നെങ്കിലും നമ്മൾ അതിനെ ആ ഒരു നിലയിലേക്ക് നമ്മൾ പകരം ചെയ്യാറില്ല. അതൊരു പഴയ നിയമ പ്രമാണമാണ്. അന്ത്യകാലത്ത് ദൈവം സകല അനീതിക്കെതിരെയുള്ള പ്രതികാരം ഏറ്റെടുത്ത് ആ പ്രമാണം തന്നെ പാപികളെ ന്യായം വിധിപ്പാൻ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം ദൈവവചനത്തിന് ഒരു നാളും മാറ്റമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമം എന്ന് പറയുമ്പോൾ പഴയ നിയമം മാറിപ്പോയെന്നൊന്നും അർത്ഥമൊന്നുമില്ല. ആ പഴയ നിയമത്തിനും ഈ കാലത്തിലും അതിലെ ന്യായവിധികൾക്കും ദൈവത്തിന്റെ അരുളപ്പാടുകൾക്കും ഒക്കെ എല്ലാ കാലത്തും പ്രസക്തി ഉള്ളതാണ്. അന്നേരം അന്ത്യകാലത്ത് ദൈവം അനീതിക്കെതിരെ ആ ഒരു നിലയിൽ അത് തന്നെ ആ ഒരു വചനം തന്നെ അല്ലെങ്കിൽ ആ പ്രമാണം തന്നെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ അതായത് 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രതികാരത്തെ കുറിച്ച് നിലവിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കണ്ടല്ലോ. ഞാൻ ആ വാക്യം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വാക്യങ്ങളിൽ അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പം കൂടെ, അവിടെ ഒരു അല്പം കൂടെ എന്നൊരു പദം അല്പം വിശദീകരിക്കേണ്ട ഒരു പദമാണ്, അല്പം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഈ ഭാഗം നമ്മൾ അന്ന് പഠിച്ചതാണ്. ഇവിടെ അല്പം കൂടെ എന്ന് പറയുമ്പോൾ മാനസ് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം ശിക്ഷ വിധിക്കാൻ അല്പം കൂടെ താമസിക്കുന്നു എന്നത് മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം കൂടെ വീണ്ടും അല്പം കൂടെ ദൈവം ക്ഷമിച്ച് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ അർത്ഥമാക്കുന്നത്. അല്പം കൂടെ അവസരം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഈ എത്ര കടും ചുവപ്പായ പാപമാണെങ്കിലും മാനസാന്തരപ്പെടുവാൻ അവൻ മനസ്സ് കാണിച്ചാൽ, ദൈവകൃപയിലേക്കൊന്ന് മടങ്ങി വരുവാൻ അവൻ മനസ്സ് കാണിച്ചാൽ, ദൈവം അവന്റെ സകല പാപങ്ങളെ ക്ഷമിച്ച് തന്റെ കരുണയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, ആ തേജസ്സിന്റെ അവകാശിയാക്കി മാറ്റുവാൻ ദൈവം അവിടെ ഉണ്ട്, തയ്യാറാണ് എന്നുള്ളതിനെയാണ് കാണുന്നത്. ആ ഒരു കാത്തിരിപ്പാണ്, ദൈവത്തിന്റെ കാത്തിരിപ്പിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അവളുടെ എല്ലാ പ്രവൃത്തികൾക്കും, ഇവിടെ പറഞ്ഞ മഹദിയ ബാബിലെ എല്ലാ പ്രവൃത്തികൾക്കും ഇരട്ടി അത് അവൾ കലക്കി തന്ന, മഹദിയ ബാബിലോൺ കലക്കി തന്ന പാനപാത്രത്തിനെ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ എന്നാണ് സ്വർഗത്തിൽ നിന്ന് അറിയിക്കുന്നതായിട്ട് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ പ്രകാരമുള്ള ഒരു ശിക്ഷ അവിടെ നടപ്പാകുന്നു എന്ന് നമുക്ക് കാണാം, നമുക്ക് മനസ്സിലാക്കാം. മുമ്പ് സൂചിപ്പിച്ച മഹദിയ ബാബിലോണിന്റെ പൊളപ്പിനെ കുറിച്ചാണ് 7 മുതലുള്ള വാക്യങ്ങളിൽ കൂടുതൽ വിശദീകരിക്കുന്നത്. അവിടെ പറയുന്ന 7-ാം വാക്യം ഇങ്ങനെയാണ്: അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ആ വാക്യത്തിൽ 3 പാപങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഒന്ന് തന്നെത്താൻ മഹത്വപ്പെടുത്തി, രണ്ടാമത് പുളച്ച് ജീവിക്കുക, മൂന്നാമത് വമ്പ് പറയുക. തന്നെത്താൻ മഹത്വപ്പെടുത്തുക അതായത് നിഗളം, അതായത് നമുക്ക് ആദ്യ പാപങ്ങളുടെ അല്ലെങ്കിൽ നമുക്കറിയാം സാത്താന്റെ ആ പതനം മുതൽ തന്നെ നിഗളത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നേരം നിഗളം പാപമാണ്, അതേ സമയം തന്നെ ദൈവം വെറുക്കുന്നതുമായ ഒരു സംഗതിയാണ് നിഗളം എന്നുള്ളത്. അത് സ്വയം നീതീകരണത്തിൽ നിന്ന് നിഗളം പുറപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ആ പരീക്ഷന്റെയും ആ ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയുള്ള ആ ഉപമ നമുക്ക് അറിയാമല്ലോ. ആ ഭാഗം, ആ ഉപമയിൽ നിന്ന് സ്വയം നീതീകരണത്തിൽ നിന്ന്, അത് നമ്മളെ തന്നെ നീതീകരിക്കുന്നതിൽ നിന്ന് നിഗള സ്വഭാവം പുറപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിഗളം എന്ന് പറയുന്നത് പിശാചിന്റെ സ്വഭാവമാണ്, ഒരു പൈശാചിക സ്വഭാവമാണ്. അതുപോലെ നമ്മൾ മുമ്പ് സഭകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ
ലവോദിക്ക സഭ നിഗളിക്കുന്നതിനെ കുറിച്ച് നിഗളിക്കുന്നതിനെ കുറിച്ച് ഒരു ദൂത് പറഞ്ഞത് അതിന്റെ 3-ാം 17-ാം വാക്യത്തിലുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ. നമുക്ക് ഈ വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ കണക്റ്റഡ് ആണ്. സഭയോടുള്ള ദൂത്, സഭയോട് ആണുള്ള ഈ മുന്നറിയിപ്പുകളൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് മടങ്ങി വരാൻ പറയുന്നത്. അന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ 3-ാം 17-ാം വാക്യം 18-ാം 7-ാം വാക്യം ഇങ്ങനെ ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തുകയാണെങ്കിൽ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകാത്ത ലവോദിക്ക സഭ ഒരു വിധത്തിൽ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ മത സംവിധാനത്തോട് ഒക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിലയിൽ നമുക്ക് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അവൾ പുളച്ചു എന്നാണ് ഈ വേദഭാഗത്ത് കണ്ടത്, അഥവാ ആഡംബരത്തോടെ ജീവിച്ചു. ആഡംബരം ഒരു പാപമായി തീരുന്ന എങ്ങനെയാണെന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലോ, അത് നാം മനസ്സിലാക്കിയല്ലോ. ഇവിടെ ആ ആഡംബരത്തിലൂടെ, അവളുടെ ആഡംബരത്തിലൂടെ, ഈ മഹദിയാം ബാബിലോണിന്റെ ആഡംബരത്തിലൂടെ അനേകം ആൾക്കാരെ അവിടേക്ക് ആകർഷിക്കുവാനിടയാക്കി. അവൾ പറയാണ്, രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ആ മഹദിയാം ബാബിലോൺ തനിക്ക് ലഭിച്ച അധികാരത്തിൽ മറന്ന് ജീവിച്ചു എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത്. രാജ്ഞി എന്നുള്ള പദം നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് താനാണ് ഇപ്പോൾ ഭരിക്കുന്നത്, യാതൊരു വിപത്തിനും തന്നെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് മഹദിയാം ബാബിലോൺ ചിന്തിക്കുന്നതിനാണ് രാജ്ഞി എന്നുള്ള പദം കൊണ്ട്, അതായത് സകലത്തിന്മേലും അധികാരമുള്ള പദവിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ബാബിലോൺ എന്ന ആ ലോകത്തിന്റെ കമ്പോള കേന്ദ്രം എന്ന ആ കമ്പോള കേന്ദ്രത്തിന്റെ അതിന്റെ നിയന്ത്രണം അവർക്കുള്ളത് കൊണ്ട് ആ നിയന്ത്രണത്തിലൂടെ സകല രാജ്യങ്ങളിന്മേലൊരു നിയന്ത്രണം. നമുക്കറിയാം, ചില വ്യാപാര കേന്ദ്രങ്ങൾ, ലോകത്തിലുള്ള ചില വ്യാപാര കേന്ദ്രങ്ങൾ ഒരു രാജ്യത്തായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ആ വ്യാപാര കേന്ദ്രത്തിന് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയുള്ള സകലത്തിന്റെയും പല രാജ്യങ്ങളുടെയും വ്യാപാര കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ വ്യാപാരങ്ങളുടെ ഒക്കെ നിയന്ത്രണം എന്ന് പറയുന്ന അവരുടെ കയ്യിലായിരിക്കാം. നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഈ കാലഘട്ടത്തിലൊക്കെ കുറെ കൂടെ അത് വെളിപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ പറയുന്നത്, ഈ മഹദിയാം ബാബിലോൺ പറയുന്ന മറ്റൊരു പദം പറയുന്നത് ഞാൻ വിധവയല്ല എന്നാണ് പറയുന്നത്. ആത്മീയ അർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ വിധവയായി, യഥാർത്ഥത്തിൽ വിധവയായി, കാരണം കർത്താവിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന ആ നാമധേയ സഭയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്നേരം കർത്താവുമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വിധവയായി ജീവിക്കുന്ന ഈ മഹദിയാം ബാബിലോൺ ക്ലെയിം ചെയ്യുന്നത് ഞാൻ വിധവയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരുടെ വേശ്യാവൃത്തി ചെയ്യുകയും തനിക്ക് ദുഃഖമുണ്ടാകില്ല എന്ന് തന്റെ നിഗള ഹൃദയത്തിൽ പറയുകയും ചെയ്യാണ്. എന്നാൽ അതിന്റെ മധ്യേ പീഡയും ദുഃഖവും കൊടുപ്പീൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ആജ്ഞ പുറപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നിഗളത്താലുള്ള ഈ പുളപ്പ് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ എല്ലാ ബാധകളും ഒരു ദിവസത്തിൽ തന്നെ അവളെ തേടിയെത്തും നമുക്ക് കാണുന്നുണ്ട്. അതോടുകൂടി തീയിലിട്ട് ചുട്ടുകളഞ്ഞ പോലെ ആ മഹാനഗരം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന അഗ്നിയാൽ ചുട്ട് ചാമ്പലായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ഒരു ശിക്ഷാവിധി സോദോം ഗൊമോറയിൽ നടന്നതെന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ. 2020 ലെബനോന്റെ തലസ്ഥാനവും തുറമുഖ പട്ടണവുമായ ബെയ്റൂട്ടിൽ നടന്ന തുറമുഖ പട്ടണത്തിൽ നടന്ന ഒരു സ്ഫോടനത്തിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അത് വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ ഭയാനകമായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ. അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ ഒരു നാശം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം സംഭവിക്കുമെന്നുള്ളതിന് കാരണം ദീർഘക്ഷമയോടെ നമ്മുടെ എല്ലാം മാനസാന്തരത്തിന് കാത്തിരിക്കുന്ന കർത്താവ് സർവശക്തനായ ദൈവമായതുകൊണ്ടാണ്. ആ വാക്യത്തിൽ അത് പറയുന്നുണ്ട്, സർവശക്തനായ ദൈവം ശക്തനായതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുമെന്നുള്ളതിന്റെ അതിന്റെ ഉറപ്പ്, അതിന്റെ പിന്നിലുള്ള കാരണം, അതിന്റെ മധ്യ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. ഇവിടുത്തെ മതസംവിധാനമായ മഹദിയാം ബാബിലോണിനെ വലിച്ചു താഴെയിട്ട് നശിപ്പാൻ കൂട്ടുനിന്ന, അതിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത മഹാരാജാക്കന്മാർ പക്ഷേ ഈ മഹദിയാം ബാബിലോൺ എന്ന വാണിജ്യ കേന്ദ്രത്തിലുണ്ടായ ആ നാശത്തിൽ ദുഃഖിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. അന്നേരം മഹദിയാം ബാബിലോൺ എന്നുള്ള മത സംവിധാനത്തിന് അവർ തന്നെ വലിച്ചു താഴെയിട്ടു എന്നുള്ളത് പതിനേഴാമത്തെ നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ ഇവിടെ വരുമ്പോൾ ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഈ മഹാനഗരത്തിന്റെ നാശം അവർക്ക് ഭയങ്കര സങ്കടം ഉളവാക്കുന്നു എന്നുണ്ട്. അതിന്റെ 9-10 വാക്യങ്ങൾ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്: അവളോട് കൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. പ്രിയമുള്ളവരെ, ബാബിലോണിന് പെട്ടെന്നുണ്ടായ പതനത്തെ ഓർത്ത് ഭൂവാസികൾ വിലപിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഈ
ആ കാര്യങ്ങളാണ് ഈ ഇവിടം തൊട്ട്, അതായത് ഈ 9-ാം വാക്യം മുതൽ 19-ാം വരെയുള്ള വാക്യങ്ങളിൽ വിവിധ തരത്തിലുള്ള ഭൂവാസികൾ, അതായത് വ്യാപാരികൾ, രാജാക്കന്മാർ, ഇവരൊക്കെ അതിനെ ഓർത്ത് വിലപിക്കുന്ന കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മത സംവിധാനത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഭൂരാജാക്കന്മാർ മഹദിയാം ബാബിലോൺ എന്ന വാണിജ്യ നഗരത്തിന്റെ വീഴ്ചയിൽ ഒരു വിധത്തിലും സഹായിക്കാനാവാതെ, ഒരു വിധത്തിലും അവരെ ഹെൽപ്പ് ചെയ്യാനാതെ കരഞ്ഞു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. കരഞ്ഞതിന്റെ കാരണം അവരെല്ലാം, അതായത് അവരുടെ എല്ലാം ശക്തിയുടെയും സ്വാധീനത്തിന്റെയും അതിപ്രധാനമായ ഒരു ഉറവിടമാണ് ആ നശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കരഞ്ഞത്. അവർ കരഞ്ഞു പറയുന്നത് എന്താണെന്ന് കണ്ടത് നമ്മൾ ആ വാക്കിന് വായിച്ചാണല്ലോ. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കരയുന്നത്. നമുക്കറിയാം അമേരിക്കയിൽ ഉണ്ടായിരുന്ന വേൾഡ് ട്രേഡ് സെന്റർ, എന്റെ ഓർമ്മ 2001 തോന്നുന്നു, ആ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതും അത് ചുരുങ്ങിയ സമയത്തിനുള്ള നശിച്ച് നാമാവശേഷമായത് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടായല്ലോ. ഭാവിയിൽ രൂപമെടുക്കുന്ന വലിയ മഹാനഗരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നശിച്ചു പോകുന്ന ഒരു കാഴ്ച ലോകം കാണുമെന്നുള്ളതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഭൂരാജാക്കന്മാർക്കൊപ്പം വ്യാപാരികളും അതിൽ ദുഃഖിക്കുന്നു എന്ന് കാണുന്നു. അതിന് കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ ഇനി ആരും ബാബിലോൺ വഴിയായി വാങ്ങുകയില്ല എന്നതോർത്തായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാണിജ്യ കേന്ദ്രമായിട്ട് അതിന്റെ എല്ലാം നിയന്ത്രണം ഇതിൽ കൂടി ആയിരുന്നു. ആ ഒരു നിലയിലായിരുന്നു ഈ മഹദിയാം ബാബിലോൺ എന്നുള്ള മഹാനഗരം നിന്നിരുന്നത്. ഇവരുടെ വിൽപ്പന വസ്തുക്കളെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. 11-13 വാക്യങ്ങൾ. ആ വാക്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾക്കുന്നതല്ലായിരിക്കും, ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ക്ലാസിഫൈ ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായെങ്കിൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ 29 കൂട്ടം സാധനങ്ങളുണ്ട്. ഇതിനെ നമ്മൾ 8ആയി തരംതിരിച്ച് മനസ്സിലാക്കാം. 8 തരം ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരത്തെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, ആഭരണ വ്യാപാരം. അതിന്റെ അടിയിൽ പൊന്ന്, വെള്ളി, രത്നം, മുത്ത് അതൊക്കെ വരുന്നുണ്ട്. അടുത്തത് വസ്ത്ര വ്യാപാരം. നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടും ചുവപ്പ്. നമുക്കറിയാം നേരിയ തുണിയൊക്കെ അതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നേരിയ തുണിയും ധൂമ്രവസ്ത്രവും പട്ടും എന്നുള്ളതൊക്കെ ഞാനത് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ഇനി അടുത്തത് ആഡംബര വ്യാപാരം, അതായത് ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും, അതുപോലെ പിച്ചളയും ഇരുമ്പും കൊണ്ടുള്ള മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ഇതൊക്കെ ആഡംബരത്തിന് വേണ്ടി അതൊക്കെ ഈ കാലഘട്ടം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല, നമ്മുടെ സമയവും തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. അടുത്തത് സൗരഭ്യ വ്യാപാരം. ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, ഇതിന്റെ വ്യാപാരത്തെ നമുക്കവിടെ കാണുന്നുണ്ട്. അടുത്തത് ഭക്ഷ്യ വ്യാപാരം, വേറൊരു കാറ്റഗറി, 5ാമത്തെ കാറ്റഗറി നമുക്ക് കാണുന്നത് വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, ഇതെല്ലാം ഭക്ഷ്യത്തിൽ ഉൾപ്പെടുന്ന, ഇതെല്ലാം മഹാബാബിലോണിലൂടെ, മഹദിയാം ബാബിലോണിലൂടെ ആണ് ഇതെല്ലാം നിയന്ത്രിക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത വളർത്തുമൃഗ വ്യാപാരത്തെ കന്നുകാലി, ആട് എന്നതിനെ കുറിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് കുതിരാരഥം, അത് സഞ്ചാരത്തെ കാണിക്കുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തെ കുതിരാരഥം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്നാൽ ഇന്ന് കാണുന്ന എല്ലാവിധ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി 8ാമത് നമ്മൾ കണ്ടത് മനുഷ്യ കമ്പോളമാണ്. മാനുഷ്യദേഹം, മാനുഷ്യപ്രാണൻ. അത് അല്പം ഞാൻ ഒന്ന് വിശദീകരിക്കട്ടെ. മാനുഷ്യദേഹം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അടിമകളാക്കി വിറ്റിരുന്ന ആ ഒരു അനുഭവത്തെ നമുക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മഹദിയാം ബാബിലോണിന്റെ ഈ ശിക്ഷ വിധിക്കുന്ന സമയത്തേക്ക് എത്തുമ്പോൾ സകലരും തങ്ങളുടെ ജീവനെയും പ്രാണനെയും ഒക്കെ അടിമകളാക്കി മഹദിയാം ബാബിലോണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെയുള്ള ആ ഒരു അനുഭവത്തെ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത്, തങ്ങളുടെ സ്വന്തം ജീവനെ ഒരു വിലയും കൊടുക്കാതെ ഭീകര പ്രവർത്തനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു മനുഷ്യദേഹത്തെ ആ നിലയിലേക്ക് വിട്ടുകൊടുക്കുന്നതിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സേവനമായി ചില കമ്പനികളിലൊക്കെ, മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ അവരുടെയൊക്കെ ജോലിക്ക് കയറുമ്പോൾ അവരുടെ ആ ആയുസ്സിനെ എത്രമാത്രം അവർ ഊറ്റിക്കുടിക്കുന്നു എന്നുള്ളത്, അതായത് സേവനത്തെ ആയുസ്സിനായി പണയം വെക്കുന്നു എന്നുള്ള നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ അവയവങ്ങളുടെ വിൽപ്പനയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്.
അന്നേരം ഈ കാര്യങ്ങളൊക്കെ ഈ നിലയത്തിലൊക്കെയാണ് മാനുഷ്യ കമ്പോളം എന്നുള്ള, അല്ലെങ്കിൽ മനുഷ്യദേഹം, മനുഷ്യ പ്രാണൻ എന്നുള്ള ഈ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊരു പിശാചിന്റെയും എതിർ ക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും ഭരണത്തിൽ മനുഷ്യാവകാശങ്ങളെല്ലാം ഹനിക്കപ്പെട്ട് മനുഷ്യന് ഒരു വിലയുമില്ലാതെയാകുമ്പോൾ നമുക്ക് ആ നിലയിലേക്ക് പോകും. ഇപ്പോൾ തന്നെ നമുക്ക് അതിന്റെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഭരണാധികാരികളൊക്കെ ആ നിലയിലാണ് ഇടപെടുന്നതൊക്കെ. മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇങ്ങനെയുള്ള മനുഷ്യാവകാശങ്ങളെല്ലാം ഹനിക്കപ്പെട്ട് മനുഷ്യനൊരു വിലയുമില്ലാതെയാകുമ്പോൾ നാം ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുത, നമ്മളെ ഓരോരുത്തരെയും സർവ്വലോകത്തെക്കാളും വിലയേറിയതായി എണ്ണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ എണ്ണുന്ന ഒരു നല്ല നാഥനെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. അവന്റെ പാദപീഠയാണ് നാം എല്ലാവരും അന്ന് ഇരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അവനിലാണ് നമ്മുടെ വിശ്വാസം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സന്തോഷിക്കുവാനും ഓർത്ത് ബലപ്പെടുവാനുമുള്ള ഒരു കാര്യം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിന്റെ 18-ാം 14-ാം വാക്യത്തിലേക്ക് നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ് വായിക്കുന്നത്: നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി, സാധും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി, നീ ഇനി അവയെ കാണുകയില്ല, നീ ഒരിക്കലും കാണുകയില്ല എന്നാണ് ആ വാക്യം പറയുന്നത്. ഈ വാക്യം പ്രത്യക്ഷത്തിൽ ലോകത്തിന്റെ നമ്മളിപ്പം ഇതുവരെയും കണ്ടത് മുഴുവൻ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരത്തിനായി കൊണ്ടുവരുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മളുണ്ട്. അന്നേരം വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്ന കായികനികൾ അല്ലെങ്കിൽ പഴങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളുടെ വ്യാപാരം ഇതൊക്കെ നിന്നു എന്ന് വേണമെങ്കിൽ എന്ന രീതിയിലൊക്കെ ഇതിന് മനസ്സിലാക്കാൻ. പക്ഷെ ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ടത് കൊതിച്ചു ഭക്ഷിച്ചതിനാൽ മനുഷ്യവർഗം മുഴുവൻ പിശാചിന്റെ അടിമത്തിലായി എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ കാര്യം ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അങ്ങനെ അടിമത്തത്തിലായി. തുടർന്നുള്ള ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ തുടർന്നുള്ള എല്ലാ കാലഘട്ടം, ഓരോ കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും, ആ കാലഘട്ടത്തിലൊക്കെ അതിന്റെ ഏറ്റവും അവസാനം അന്ത്യകാലത്തും സാത്താന്റെയും എതിർ ക്രിസ്തുവിന്റെയും അതുപോലെ അവരുടെയൊക്കെ ഭരണത്തിലും ഒപ്പം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന വ്യാജ സഭയുടെ ഉപദേശങ്ങളിലും ദൈവം വിലക്കിയ സകലതും, ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ക്രിസ്തുവിന്റെ ഭരണമാണ്, സാത്താന്റെ ഭരണമാണ്. അതിന്റെ ഒപ്പം തന്നെ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന, അതിനെയൊക്കെ അനുകൂലിക്കുന്ന, അതിനെയൊക്കെ ന്യായീകരിക്കുന്ന മഹദിയാം ബാബിലോൺ എന്ന വ്യാജ സഭയുടെ, മഹദിയാം ബാബിലോൺ എന്ന വ്യാജ സഭയുടെ അല്ലെങ്കിൽ നാമധേയ സഭയുടെ ഉപദേശങ്ങൾ, ആ ദൈവം വിലക്കിയ ഉപദേശങ്ങൾ, ഇതിലെല്ലാം സകലതും ബാബിലോണിൽ വിളയുവാനും വിപണനം ചെയ്യുവാനും, അല്ലെങ്കിൽ ഈ പറയുന്ന മഹാനഗരത്തിൽ അതിലൊക്കെ വിപണനം ചെയ്തു എന്നുള്ളതാണ്. വിലക്കപ്പെട്ട കനി എന്ന പോലെ അതിനെ എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ദൈവത്തെയും ദൈവിക പ്രമാണങ്ങളെയും തള്ളിക്കളഞ്ഞ കൊതിച്ച സകല കായികനികൾ ഈ പട്ടണത്തിലുള്ളവർ അനുഭവിച്ചു അല്ലെങ്കിൽ ആസ്വദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട. അതിന്റെ ഫലമായി സ്വർഗത്തോളം അവരുടെ പാപങ്ങൾ കുന്നിച്ചു. ആ വാക്യം നമ്മൾ മുമ്പ് വായിച്ചതാണല്ലോ. തുടർന്ന് ദൈവം ആ മഹാനഗരത്തിന് ശിക്ഷ വിധിച്ചു, അത് തീയാൽ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി എന്ന പ്രസ്താവന ഒരു യാഥാർത്ഥ്യമായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യം ഒന്ന് ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് വരാം. 3-ാം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. നമുക്ക് ഒറ്റ നോട്ടത്തിലൊക്കെ ഏതെങ്കിലും തോട്ടത്തിലെ ഒരു പഴം തിന്നാലേ ഉള്ളൂ എന്നൊക്കെ ഒത്തിരി ന്യായീകരിക്കുന്ന, ചോദിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ പിന്നിലുള്ള ആത്മീയ അർത്ഥത്തിലുള്ള പാപത്തിന്റെ ഭയങ്കരതയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിലെ ഒരു വാക്യം നമ്മൾ വായിച്ചല്ലോ, ജഡമോഹത്തെക്കുറിച്ചും കൺമോഹത്തെക്കുറിച്ചും ജീവനത്തിന്റെ പ്രതാപം. ഇവിടെ ജഡമോഹം എന്ന് പറയുമ്പോൾ തിന്മാൻ നല്ലത് അത് ജഡമോഹമാണ്, കാണാൻ ഭംഗിയുള്ളത് അത് കൺമോഹമാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ് അത് ജീവനത്തിന്റെ പ്രതാപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നിലയിലാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ആത്മവശങ്ങളിലേക്ക്, അന്നേരം അവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു ഫലം ഉണ്ടായിരുന്നു. എന്നാൽ അന്ത്യകാലത്തേക്ക് വരുമ്പോൾ ആഡംബരമായിട്ടും വിവിധ രീതിയിലുള്ള ഈ പൊളപ്പിൻ്റെതായ ഈ കാര്യങ്ങളൊക്കെ ഈ അർത്ഥത്തിലാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആഡംബരമൊക്കെ പാപമായി മാറുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവൾ. ഈ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ട ആഡംബര വസ്തുക്കളെ കൊണ്ടൊക്കെ വ്യാപാരം ചെയ്തു, അതിനു മുമ്പ് കണ്ട വസ്തുക്കളെ കൊണ്ടൊക്കെ വ്യാപാരം ചെയ്ത ആ ആൾക്കാർ, അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്ന് എന്ന് പറയുന്നു ആ 15-ാം വാക്യത്തില്. അതിന് കാരണം, അവർ ഭയപ്പെട്ടതിന് കാരണം എന്നുള്ളത് ഈ സംഭവം, ഇവിടെ ഉണ്ടാകുന്ന ഈ മഹാവീഴ്ച അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ആ തകർച്ച എന്ന് പറയുന്നത് ഒരു യാദൃശ്ചിക പ്രകൃതി ദുരന്തമല്ല എന്നുള്ളത് അവർ ഗ്രഹിച്ചു. അവർ അത് മനസ്സിലാക്കി. അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന് അവർ ഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും ഈ ന്യായവിധി അവരുടെ അടുത്തേക്ക് വരും, അവർക്കും അത് സംഭവിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ ഭയപ്പെട്ട് ദൂരത്ത് നിന്നു എന്നുള്ളതാണ്. ആ ന്യായവിധി തങ്ങളെയും ബാധിക്കുമോ, ദൈവത്തിന്റെ കരം ഇറങ്ങി എന്നുള്ളത്
അവർ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ബാബിലോൺ എന്ന മഹാനഗരത്തോട് ചേർന്ന് വ്യാപാരം ചെയ്ത സമ്പന്നരായ വ്യാപാരികൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഈ ബാബിലോണിന്റെ നാശത്തെ അന്യം വിളിച്ച് കരയുന്നതാണ് 16 മുതലുള്ള വാക്യങ്ങൾ, 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നത്. അയ്യം വിളിച്ച് കരയാണ്. അവർ പറയുന്ന പരിണാമമാക്കിയത്, അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്ര വർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ആ വേദഭാഗം ഞാൻ വിശദീകരിക്കണം, നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അവരുടെ നിലവിളിയും അതിന്റെ പിന്നിലുള്ള ആ കാര്യങ്ങളൊക്കെ ഓരോ പദങ്ങളും നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദീകരിക്കാൻ പോകുന്നില്ല. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏത് മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്തുനിന്ന് അവരുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ 4 കൂട്ടം ആൾക്കാരെ നമ്മൾ കണ്ടു. മാലുമി എന്ന് പറയുമ്പോൾ ക്യാപ്റ്റനാണ്, കപ്പലേറി പോകുന്ന ഏവനും എന്ന് പറയുമ്പോൾ യാത്രക്കാരാണ്, കപ്പൽക്കാർ എന്ന് പറയുമ്പോൾ കപ്പലിൽ ഉള്ള ആൾക്കാർ എന്നാണ് ആ അർത്ഥത്തിലും കാണുന്നുണ്ട്. അതിൽ പിന്നെ കടലിൽ തൊഴിൽ ചെയ്യുന്ന അതിന്റെ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ 4 കൂട്ടം ആൾക്കാർ അവരെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ അവർക്കൊക്കെ ബാധിക്കുന്നു. അതായത് സകല തലത്തിലും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു തുറമുഖ പട്ടണമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നേരം അവരെ ഒക്കെ ഇത് ബാധിച്ചു. അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അതിഭയങ്കരമായ ദുഃഖത്തെ വ്യക്തമാക്കുന്ന രീതിയിൽ അതിന്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ അവർ തലയിൽ പൂഴി വാരിയിട്ട് കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട്, ഒരു ചെറിയ സമയത്തിനുള്ളിൽ നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചുകൊണ്ട് നിലവിളിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് അല്ലെങ്കിൽ നശിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമുക്ക് പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട്, ദൈവത്തിന്റെ പ്രവർത്തികൾ, നമ്മുടെ ലോകത്തിലുള്ള അനീതികളൊക്കെ ഒത്തിരി വർദ്ധിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇത് വൈകുന്നത്, ദൈവം എന്തുകൊണ്ടാണ് അതോട് ഇടപെടാത്തത് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം വീണ്ടും വീണ്ടും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നശിപ്പിക്കുവാൻ അധികം സമയമൊന്നും ദൈവത്തിന് വേണ്ട. ശിക്ഷ വിധിക്കുവാനും ന്യായം വിധിക്കുവാനും കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തി വരുത്തുവാനും ഒന്നും ദൈവത്തിന് അധികം സമയം വേണ്ട. ആ ദൈവത്തിന്റെ മഹാശക്തിയെ ഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടെ നമ്മുടെ ക്രിസ്തീയത നയിക്കുക എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞു പോകട്ടെ. അന്നേരം ആ ചുരുങ്ങിയ സമയം ഇതിനൊക്കെ മതി എന്നുള്ളത് നാം ഗ്രഹിക്കട്ടെ. അതിന്റെ 20-ാം വാക്യം വായിച്ച് ഒന്ന് വിശദീകരിച്ചിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. പ്രിയമുള്ളവരെ, 4-ാം വാക്യം മുതൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ പറയുന്ന ആ കാര്യങ്ങൾ പറയുന്നതെല്ലാം സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടൊരു ശബ്ദമാണ്. ആ ശബ്ദമാണ് ഇവിടെയും വരെ തുടർന്നിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം മഹദ്യാം ബാബിലോണിന്റെ നാശം എന്ന ഒരേ സംഭവത്തെക്കുറിച്ചുള്ള അവിശ്വാസികളുടെ ചിന്തയും അതുപോലെ ദൈവത്തിന്റെ ചിന്തയും തമ്മിൽ ചില വ്യത്യാസങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട്. മഹദ്യാം ബാബിലോണിന്റെ നാശത്തെ കുറിച്ചാണ് പറയുന്നത്. അന്നേരം അവിടെ അവിശ്വാസികളായിട്ടുള്ള വ്യാപാരികൾ, രാജാക്കന്മാർ, അവരൊക്കെ ഈ നഗരത്തെക്കുറിച്ച് അവർ പറയുന്ന സമയത്ത് തന്നെ സ്വർഗത്തിലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്ത ഇങ്ങനെയുള്ള അത് തമ്മിലൊരു വ്യത്യാസം നമുക്കൊരു കമ്പാരിസൺ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ മർമ്മം മഹദ്യാം ബാബിലോണിന്റെ നാശം ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിനും അവന്റെ ജനത്തിനും സന്തോഷത്തിന് കാരണമായി മാറി എന്നുള്ളത് അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനുള്ള കാരണങ്ങൾ, 1-2 കാരണങ്ങൾ ഞാനിവിടെ നോക്കുകയാണെങ്കിൽ, നമ്മളിവിടെ ഉണ്ടായിരുന്ന ഭരണ വ്യവസ്ഥയാണ് ഒരു കാരണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഭരണവ്യവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില രേഖകൾ, ചില വിശദീകരണങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, അത്യാഗ്രഹം, അതിമോഹം, ദ്രവ്യാഗ്രഹം എന്നിവ അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയായിരുന്നു അതിനെ ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അധികാരം മോഹിക്കുന്ന, ആ രാജ്ഞി എന്നുള്ള പദങ്ങളൊക്കെ ഞാൻ വീണ്ടും പറയുന്നില്ല, നമുക്കത് മനസ്സിലാകും. അധികാരം മോഹിക്കുന്ന, അതേസമയം ജനത്തിന് വേണ്ടി ഒന്നും കരുതാതിരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ അവഗണിച്ച് വിശ്രമത്തിന്റെയും ആഡംബരത്തിന്റെയും ദൈവത്തെ കൂടാതെയുള്ള സംതൃപ്തിയുടെയും ഒരു ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഭരണവ്യവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇവയുടെ അവസാനത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. പ്രത്യേകം ഇന്ന് ശ്രീലങ്കയിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി കരുതാൻ, ജനങ്ങളൊന്നും ആ ഒരു നിലയിലേക്കുള്ള ആ ഒരു അവസ്ഥ, അതുപോലെയുള്ള അവസ്ഥയാണത്. അന്നേരം ഇങ്ങനെയുള്ള ഭരണവ്യവസ്ഥയുടെ ഒക്കെ അവസാനത്തെയാണ് ഇവിടെ, അതായത് അങ്ങനെയുള്ള ഇത്തരമുള്ള ഭരണവ്യവസ്ഥയ്ക്കൊക്കെയുള്ള അറിയിക്കുന്നത് നാശമാണ്, അത് ദൈവത്താൽ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഈ പട്ടണത്തിന്റെ നാശത്തിൽ സന്തോഷിപ്പാൻ ആഹ്വാനം ചെയ്ത 4 കൂട്ടരെ ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്. ഒന്ന് സ്വർഗമേ, സ്വർഗത്തിൽ അധിവസിക്കുന്ന സകലരെയും, അതായത് ആത്മരൂപികളായുള്ള സ്രാഫികളെ, കെരൂബികൾ, ദൂതന്മാരൊക്കെയാണ് സ്വർഗമേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വിശുദ്ധന്മാർ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. അടുത്ത് പറയുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് 2 കൂട്ടർ. അതായത് സഭയുടെ വളർച്ചയിലും ആത്മീയയിലും ദൈവത്തിന് വേണ്ടി നിലകൊണ്ട അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വലിയ പീഡനവും കഷ്ടതകളും അനുഭവിച്ചു. അവരും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ പറയുന്ന ഈ വാക്യത്തിൽ പറയുന്ന ഒരു പ്രസ്താവന ഇതാണ്: ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. ഇവിടെ നമുക്കൊരു സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ്: പാപികളുടെ നാശത്തിൽ ഒരു ദൈവ പൈതലിന് ആനന്ദിക്കാമോ എന്ന ചോദ്യം. നമ്മൾ തന്നെ ഒരിക്കലും നമ്മുടെ സഭകളിലൊന്നും അത് പ്രൊമോട്ട് ചെയ്യാറില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നാശത്തെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. അത് ദൈവഹിതമല്ല എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നാശം സംഭവിക്കുന്നത് മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനും ദൈവം കരുണയോട് നൽകിയ എല്ലാ അവസരങ്ങളും ത്യജിച്ചിട്ട് തങ്ങളുടെ പാപങ്ങളിൽ മുഴുകിയ ഈ ദുഷ്ടജനത്തിന്റെ അവസാന ന്യായവിധി എന്ന നിലയിലാണ് ഈ നാശം സംഭവിക്കുന്നത്. അത് ദൈവനീതിയുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നതാണ്. പകരത്തിന് പകരം എന്നുള്ള ഞാൻ മുമ്പ് വിശദീകരിച്ചല്ലോ. അത് ഏറ്റവും അവസാനമാണ് ആ പകരത്തിന് പകരം എന്ന നിലയിൽ ദൈവം അതിന് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ദൈവം ആ നീതി പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ പാപത്തോടുള്ള ആത്യന്തികമായ ദൈവനീതി നടപ്പായതിനാൽ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സ്വർഗവാസികളും സന്തോഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവസാനമായി ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ ന്യായവിധികളെല്ലാം പാപികളായിരിക്കുന്നവർക്ക് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് മടങ്ങി വരുവാനും അതിൽ വിടുതൽ പ്രാപിക്കുവാനുമായി ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ, ഇത്രയും വലിയ പാപത്തിൽ പോയിരുന്നപ്പോൾ തന്നെ മടങ്ങി വരുവാൻ ദൈവം അവസരം ഒരുക്കി. അതിനുള്ള രക്ഷ പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ വലിയ രക്ഷാപദ്ധതിയെ കുറിച്ചുള്ള 1-2 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാനത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യങ്ങളിലാണ് ഇങ്ങനെയാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രയും വലിയ വില കൊടുത്തുകൊണ്ട് ഓരോ മനുഷ്യന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണുന്നത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനെ രക്ഷിപ്പാനത്രേ. ഈ പറയുന്ന ന്യായവിധികളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നാം ഗ്രഹിക്കേണ്ട കാര്യം, ആ ന്യായവിധികൾ കൂടി നശിച്ചു പോകുവാനല്ല ദൈവമായിരിക്കുന്നത്, ലോകത്തെ രക്ഷിപ്പാൻ തന്നെ ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ഈ ചെറിയ മെസ്സേജ്, ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ഈ 18-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 20 വാക്യങ്ങളുടെ ഈ പഠനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹാകരുണയാൽ അവന്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവന്റെ സന്നിധിയിൽ അവൻ പറഞ്ഞിരിക്കുന്ന, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധിയും നമ്മളോട് പറഞ്ഞിരിക്കുന്ന വേർപാടും അനുഷ്ഠിച്ചുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി ദിവസങ്ങൾ നോക്കി പാർത്തുകൊണ്ടിരിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എത്രയും താമസമിന അവൻ നമ്മളെ വന്ന് ചേർത്ത് പോകും. ബാക്കിയുള്ള ദുഷ്ടന്മാർ എന്ന് പറയുമ്പോൾ ആ ന്യായവിധി ശിക്ഷയ്ക്ക് വിധയ്ക്ക് അർഹരായി അത് ഉപയോഗിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നവർക്കുള്ള ന്യായവിധി അതെത്രയും താമസമിന അത് നടപ്പാകുമെന്നുള്ള കാര്യം ഗ്രഹിക്കുക, അത് മനസ്സിലാക്കാം. നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിക്കാം. വരും ദിവസങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമുക്ക് വളരുവാൻ കർത്താവിന്റെ കരുത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഒരിക്കൽ കൂടി പാടും. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ദോഷമാ നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു ഞാൻ ദോഷമാ നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീ
ക്ഷമിച്ചു നീ എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലിവ തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ എങ്കിലും ഈ കൊമ്പിനെ